നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവാദങ്ങൾക്കിടെ പ്രതിപക്ഷ നേതാവിന്റെ വാക്കിന് പോലും ഒരു വില കൊടുക്കാതെ ഹൂ കെയേഴ്സ് എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് ഇന്ന് നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെയാണ് ഇന്നത്തെ രാഷ്ട്രീയ കേരളവും മാധ്യമവും ഒക്കെ. പാർട്ടിയെ മറികടന്നില്ല താൻ വന്നതെന്നും മാധ്യമ സൃഷ്ടിയാണ് ഇത്തരം പരാമർശങ്ങളെന്നുമൊക്കെ വാദിച്ചുകൊണ്ട് മാങ്കൂട്ടത്തിൽ തന്റെ ഭാഗം ക്ലിയർ ചെയ്യാനൊരു ശ്രമം നടക്കുന്നുണ്ട്. തനിക്കെതിരെ ഉണ്ടായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങളെക്കുറിച്ച് യാതൊരു മറുപടിയും പറയാതെ അത് തെറ്റാണ് എന്ന് പോലും പറയാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പ്രതികരിച്ചത് എന്നത് നമ്മളൊക്കെ കണ്ടു. പക്ഷേ മറുവശത്ത് അധികമാരും ശ്രദ്ധിക്കാതെ പോയ ഒരു തീരുമാനവും ഒരു മനുഷ്യനുമുണ്ട്. അതായത് രാഹുലിന്റെ അണ്ണൻ, ബ്രദർ എന്നൊക്കെ പറയുന്ന ഒരാള് ഷാഫി പറമ്പിൽ വിവാദങ്ങളിൽ ആടിയുലഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഷാഫി പറമ്പിൽ KPCC നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള തീരുമാനവും എടുത്തിരിക്കുകയാണ്. അതായത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണ പിന്തുണയാണ് ഷാഫി പറമ്പിൽ പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ നൽകുന്നത് എന്നത് ഇവിടെ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു എന്ന് ചുരുക്കം. KPCC വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഷാഫി പറമ്പിൽ തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ നടന്ന യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതായിട്ടുള്ള തീരുമാനങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. തൃശൂരിലും കാസർഗോഡ് വിവിധ പരിപാടികളിലും ഷെഡ്യൂൾ ചെയ്തതാണ് നിർണായക യോഗത്തിൽ നിന്നും ഷാഫി മാറിയത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവിടെ പ്രത്യക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, വിവാദങ്ങൾ അതൊക്കെ തന്നെയാകാം കാരണം എന്നുള്ള വിലയിരുത്തലിലേക്കാണ് രാഷ്ട്രീയ കേരളം എത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള നടപടിയെ സംബന്ധിച്ച വിഷയത്തിൽ KPCC നേതൃയോഗത്തിൽ ചർച്ച ചെയ്യാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ ഷാഫി ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകും. അതേസമയം വളരെ നാടകീയമായിട്ടുള്ള രീതിയിലായിരുന്നു ഇന്ന് നിയമസഭയിലേക്കുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വരവും മറ്റ് രീതികളും പ്രവർത്തനങ്ങളുമെല്ലാം. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിന് തൊട്ടു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വലിയൊരു മാസ് എൻട്രി നടത്തുന്നു. മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ പോകുന്നുവെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു അക്ഷരം മിണ്ടാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്നിറങ്ങി നിയമസഭയ്ക്ക് പുറത്തെത്തിയപ്പോൾ തടിച്ചുകൂടിയ മാധ്യമ പ്രവർത്തകരോട് ഒന്ന് മിണ്ടാൻ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മാധ്യമങ്ങൾ ചോദിക്കാൻ വേണ്ടി മാങ്കൂട്ടത്തിന്റെ വാഹനത്തിനോട് അടുത്ത് നിന്നിട്ട് പോലും ഒന്ന് കാറിന്റെ ഗ്ലാസ് താഴ്ത്തി ഒന്ന് സംസാരിക്കാൻ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകാതെ ചീറിപ്പാഞ്ഞു പോകുന്നതാണ് കണ്ടത്. പിന്നീട് മാധ്യമപ്രവർത്തകർ ഓരോരുത്തരും രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലപാടുകളൊക്കെ വ്യക്തമാക്കി. വിവാദങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്നയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, മറുപടി പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതിന് മണിക്കൂറുകൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിക്കുന്നു തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ താൻ വാ മൂടിക്കെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു വാർത്ത അതിനെതിരെ സംസാരിക്കണമെന്ന്. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിക്കുകയാണ് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പോകുന്നു എന്ന്. വലിയ രീതിയിലുള്ള പ്രതികരണം ഒക്കെ ആയിരുന്നു നടത്തുക എന്നായിരുന്നു ജനങ്ങളും പാർട്ടിയും പ്രതീക്ഷിച്ചതെങ്കിലും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. മൗനം വെടിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തിയപ്പോൾ പറഞ്ഞത് താൻ പാർട്ടിക്കെതിരായി നിൽക്കുന്നില്ല, പാർട്ടി അറിയാതെ അല്ലെങ്കിൽ പാർട്ടിയുടെ തീരുമാനത്തിനെതിരായല്ല താൻ നിയമസഭയിൽ എത്തിയത് എന്നുള്ള ഒരു പരാമർശമാണ്. അങ്ങനെയാണെങ്കിൽ ഉള്ളിൽ നിന്ന് ഒരു പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴും നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് ആ ഒരു പരാമർശത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അതേസമയം തനിക്കെതിരെ ഉണ്ടായിട്ടുള്ള ലൈംഗിക ആരോപണം, ഈ വിവാദ പരാമർശങ്ങൾ, അതിനൊന്നും മറുപടി നൽകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടുമില്ല. ലൈംഗികാരോപണത്തെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടതിന് പിന്നാലെ ആദ്യമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത്. പക്ഷേ ഇത്തരം വിവാദങ്ങളെക്കുറിച്ച് രാഹുലിനെതിരെ ഉണ്ടായിട്ടുള്ള ഒരു ലൈംഗികാരോപണം അത് തെറ്റാണെങ്കിൽ അത് തെറ്റാണ് എന്നൊരു സൂചന പോലും നൽകാനുള്ള താല്പര്യം രാഹുലിനുണ്ട് എന്ന് പറയുന്നതാണ് ഇവിടെ ഏറെ ശ്രദ്ധേയം. പാർട്ടി നേതൃത്വത്തെ ധിക്കരിച്ചല്ല സഭയിലെത്തിയതെന്നും ഇപ്പോഴും പാർട്ടിക്ക് വിധേയനാണ് എന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഒരു നേതാവിനെയും കാണാൻ ശ്രമിച്ചില്ല എന്നും അയാൾ പറയുന്നു. അതേസമയം പുറത്തു വന്ന ശബ്ദരേഖയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് രാഹുൽ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. ആരോപണങ്ങളെ കുറിച്ച് കൂടുതൽ ഒന്നും പറയാനില്ല എന്നുള്ള ഒരൊറ്റ തൊടുന്യായത്തിലായിരുന്നു രാഹുലിന്റെ പോക്ക്. അന്വേഷണം നടക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രാഹുൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു. മരിക്കും വരെ കോൺഗ്രസ് ആയിരിക്കുമെന്നാണ് രാഹുൽ പറഞ്ഞ മറ്റൊരു കാര്യം. രാഹുൽ സഭയിലെത്തിയത് സതീശന്റെ നിലപാട് തള്ളി എന്നത് വലിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട് തള്ളിയാണ് രാഹുൽ നിയമസഭയിലെത്തിയതെന്ന് തന്നെ രാവിലെ മുതൽ വാർത്തകളിൽ നിറഞ്ഞു. അതേസമയം നിയമസഭയിലെത്തിയതിന് പിന്നാലെ ഇനി പാലക്കാട് മണ്ഡലത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകും എന്നുള്ളൊരു സൂചന കൂടെ പുറത്തു വരുന്നുണ്ട്. ശനിയാഴ്ച പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമെന്നാണ് വിവരം. പൊതുപരിപാടികളിലടക്കം പങ്കെടുക്കാനുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സൂചനയും വരുന്നു. വരും ദിവസങ്ങളിൽ
ദിവസങ്ങളിലും രാഹുൽ നിയമസഭയിൽ എത്താനുള്ള സാധ്യതകളുണ്ട്. ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയോടെയാണ് രാഹുൽ ഇവിടെ എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. വരും ദിവസങ്ങളിൽ രാഹുൽ സഭയിലെത്താൻ തീരുമാനിച്ചതിനാൽ സമ്മേളന കാലമാകെ പ്രതിപക്ഷ നിര കടുത്ത പ്രതിരോധത്തിലാകും എന്നുള്ള വിലയിരുത്തലിലൂടെ കാര്യങ്ങൾ എത്തുകയാണ്. രാഹുലിന്റെ കാറ് തടഞ്ഞ SFI പ്രവർത്തകരടക്കം ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടത്തിയത്. MLA ഹോസ്റ്റലിൽ നിന്ന് നിയമസഭാ മന്ദിരത്തിലേക്ക് തിരിഞ്ഞു പോകുന്നതിനിടെ രാഹുൽ മങ്കൂട്ടത്തിലിന്റെ കാറ് തടഞ്ഞാണ് SFIക്കാരുടെ പ്രതിഷേധ പ്രവർത്തനം ഇന്നുണ്ടായിരുന്നത്. ഇതേ രീതി തന്നെയായിരിക്കും നാളെയും തുടരുക എന്നുള്ളതാണ്. എന്തായാലും തെറ്റ് ചെയ്തതിനെ കുറിച്ച് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു പരാമർശം തനിക്കെതിരെ ഉണ്ടായി എന്നതിനെ കുറിച്ചൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സംസാരിച്ചിട്ടില്ല. ആകെ മൊത്തം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പറഞ്ഞു വെച്ചത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ മിണ്ടാതെ പോയിട്ടില്ല താൻ പാർട്ടിക്കെതിരല്ല എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പോഴും അവിടെ ചോദ്യചിഹ്നമായി മാറുന്നത് അയാൾക്കെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ലൈംഗിക ആരോപണങ്ങൾ, അതിന്റെ വസ്തുത എന്താണ് എന്നുള്ള കാര്യമാണ്. എന്തായാലും കേസ് തുടരുകയാണ്. ഇതിനിടയിൽ പാർട്ടിയുടെ നിലപാടുകളെ മറികടന്നുകൊണ്ടുള്ള തീരുമാനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ പിന്നീട് അയാൾക്ക് വലിയ നാണക്കേട് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് നേരിടാവുന്ന ഈ ഒരു സാഹചര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല എന്നുള്ള തീരുമാനത്തിലൂടെ രാഹുൽ ഇവിടെ എത്തിയത് എന്നുള്ള വിലയിരുത്തലിലൂടെ കാര്യങ്ങൾ എത്തുന്നുണ്ട്.